ഞാനിവിടെ എത്തി. SP കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം റഹീമേ. നീങ്ങി വാടി, ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാടി. മാഡം, SP സാറിന്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ വിചാരിച്ച് ഞാൻ വെറും മണ്ടനാണെന്നല്ലേ? ഇന്ന് നിന്റെ അവസാനത്തെ വേഷം കെട്ടാടി. ഇങ്ങ് വാ വാ. ആഹാ, വരൂ വരൂ വാ. എന്താ നിൽക്കുന്നു? ഇരിക്കി. താങ്ക് യു സർ. ഇരിക്കി. നിനക്ക് മിമിക്രി ഒക്കെ അറിയാല്ലേ? എന്താ വന്നേ? എനിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് സർ. അത് പിന്നെ എന്നും ഉള്ളതാണല്ലോ. എന്താ സർ? അല്ല ഒന്നുമില്ല, കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ സുബൈദ അഹമ്മദ്. ടൗണിൽ സുബൈദ ബൊട്ടിക്ക് നടത്തുന്നു. ഓ എടി ഭയങ്കരി. എന്നാലും സൗണ്ടൊക്കെ എങ്ങനെ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നു? സാർ, ഞാൻ പറയുന്ന സാർ കേൾക്കുന്നുണ്ടോ? പിന്നെ കേൾക്കുന്നുണ്ട് സാർ. ഞാൻ 5 വർഷത്തെ എഗ്രിമെന്റിലാണ് മണിമല കോംപ്ലക്സിന്റെ ബിൽഡിംഗ് ലീസിനെടുത്തിട്ട് സ്ഥാപനം തുടങ്ങിയത്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരു കാരണമില്ലാതെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണമെന്നാ ബിൽഡിംഗ് ഓണർ പറയുന്നത്. എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ട് സർ. അതൊന്നും ഇളക്കിക്കൊണ്ട് വരാൻ പറ്റുന്നതല്ല. 5 വർഷം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ഞാൻ അതൊക്കെ ചെയ്തത്. ഇപ്പോ ഞാൻ ഒഴിഞ്ഞു കൊടുത്താൽ എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകും സർ. കംപ്ലൈന്റും എഗ്രിമെന്റ് കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എന്റെ ആമി, നീ കള്ളക്കഥയൊക്കെ എവിടുന്ന് പഠിച്ചു? എത്രയും പെട്ടെന്നൊരു നടപടി എടുത്ത് എന്നെ സഹായിക്കണം. ശരി ശരി, ഞാൻ നടപടി ഉണ്ടാക്കാം. വലിയ ഉപകാരം സർ. അത് ശരി. അപ്പോ ഒഴിപ്പിക്കാൻ പാടില്ലല്ലേ? ഇല്ല സർ. ഇല്ല, ഒഴിപ്പിക്കുന്നില്ല. ഒഴിപ്പിക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആവായിരുന്നല്ലോ. എന്താ സർ? അല്ലല്ല, ഒഴിപ്പിക്കാതിരിക്കാനുള്ള വകുപ്പ് ഞാൻ ആലോചിക്കായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലൈന്റിലുണ്ട് സർ. അല്ല അതെ, കംപ്ലൈന്റ് ഒക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്താ സർ? അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാന്ന് പറയായിരുന്നു. സർ, കോടതി പോയാ എനിക്ക് അനുകൂലമായി വിധി കിട്ടുമെന്നറിയാം. എന്നാലും നീതി കിട്ടാൻ ഒരുപാട് താമസം വരുമല്ലോ. ഞാൻ അന്വേഷിച്ചപ്പോ സാറ് വളരെ സത്യസന്ധനാണെന്ന് അറിഞ്ഞു. എങ്കിൽ പിന്നെ പെട്ടെന്നൊരു നീതി കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഒരുപാട് നീ എന്നെ അങ്ങ് സൂചിപ്പിക്കല്ല ആമി. അതെ, ഈ സംശയം നല്ലതാ. അതിന്റെ പേരിലുള്ള ഈ വേഷമാറ്റവും നല്ലതാ. എടോ, ഈ വേഷത്തിൽ തന്നെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. സാർ എന്താ ഈ പറയുന്നേ? എടോ, തനിക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്. താനിങ്ങനെ ചൂടാവതറോ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്ന്. എന്ത് പരിഹാരം? സാർ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അല്ല, അതിന് ഞാൻ വിചാരിച്ചല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, എന്റെ ഈ കംപ്ലൈന്റ് ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അതിന് പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ നടപടി നോക്കാം. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അതെ, ഈ കേസും കംപ്ലൈന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഒരു കാര്യം താൻ തുറന്നു പറയണം. ഇപ്പൊ ഞാൻ ഈ കാര്യത്തില് തനിക്ക് അനുകൂലമായിട്ടൊരു ആക്ഷൻ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? മിസ്റ്റർ, അനാവശ്യം പറയരുത്. ഒന്ന് പോടി എന്റെ ആമിക്കുട്ടി. വിചാരിച്ചേ ഞാൻ നിന്നെ നിന്നെ എനിക്ക് ഒരു എന്റെ അടുത്താ നിന്റെ കളി അല്ലേ? ആമി, താൻ എന്താടോ വിചാരിച്ചേ? പരാതിയും കൊണ്ട് തന്റെ മുന്നിൽ വരുന്ന എല്ലാ പെണ്ണുങ്ങളും ഒരേ തരക്കാരാണെന്നോ? എന്റെ പൊന്നു പെങ്ങളെ, ഒരബദ്ധം പറ്റി പോയതാ. വൃത്തിയോട് കാണിക്കുന്നതാണോടോ അബദ്ധം? അയ്യോ, അതല്ല. കാണിച്ചു തരടോ ഞാൻ. അയ്യോ മേഡം, പോലെ മേഡം 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 വിചാരിക്കുന്ന പോലെ അല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊരു കുന്തം പറയണ്ട. താൻ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അയ്യോ മേഡം, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറേ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. ഇയാൾ എന്നെ കയറി പിടിച്ചു.